ഇന്നത്തെ വീഡിയോയിൽ ഒരു നാടൻ സ്റ്റൈലിൽ ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. സവാള ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് അതൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക. പിന്നെ ഇഞ്ചിയുടെ ഒരു കുത്തൽ മാറി ഇഞ്ചി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതുവരെ ഉപ്പ് ചേർത്തില്ല, അതുകൊണ്ട് ആദ്യം തന്നെ ആവശ്യമായ ഉപ്പ്, മസാലയ്ക്കും ഞണ്ടിനും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു തക്കാളിയാണ്. ഇത് വലിയ സൈസ് തക്കാളിയാണ്. ചെറുതാണെങ്കിൽ 2, വലുതാണെങ്കിൽ 1. ചെറുതായി അരിഞ്ഞതിന് അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കുക. ഈ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കുക. ഞണ്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാലകളെല്ലാം ഞണ്ടിൽ ഒന്ന് പിടിച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്, പച്ചവെള്ളം ഉപയോഗിക്കരുത്. 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമെല്ലാം വറ്റി ഇതിൻ്റെ ഉള്ളിയും തക്കാളി, ഇതിൻ്റെ മസാലകളെല്ലാം ഇതിലേക്ക് പിടിച്ച തരത്തിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് മൂടി വെച്ച് ഇനി ഇതിൻ്റെ ഗ്രേവിയെല്ലാം വറ്റി ഈ ഞണ്ടിനോട് ചേർന്ന് നല്ലതുപോലെ പറ്റി പിടിച്ചിരിക്കണം, എങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ഈ ഞണ്ട് റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നല്ല ടേസ്റ്റുള്ള ഞണ്ട് റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ.